ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് എറൈസഡ് എന്ന് പറഞ്ഞ ആനിമി സീരീസിൻ്റെ 9ാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ എപ്പിസോഡ് തുടങ്ങുന്നത് ആമി സച്ചികയോടെയും സട്ടോറുവിനോടും ദേഷ്യപ്പെടുന്നതോടെയാണ്. അവൾ തൻ്റെ കുട്ടിയെ അനാവശ്യമായി ഭയപ്പെടുത്തിയെന്ന് അവൾ പറയുന്നു. പക്ഷേ സച്ചികോ അതിന് മറുപടിയായി പറയുന്നു, 3 ദിവസം കാണാതെ ആയിട്ടും ആമി കയോയെ അന്വേഷിച്ചതില്ല. ഇത് ആമയെ നിയന്ത്രണം വിട്ട് നിലയിലാക്കുന്നു. അവൾ ഒരു കൈക്കോട്ട് പോലത്തെ ഒരു സാധനമെടുത്ത് സച്ചിക്കയോടെ വീശുന്നു. കയോ സട്ടോറയും അവളെ രക്ഷിച്ച് എങ്കിലും സച്ചിക്കയുടെ നെറ്റിൽ പരിക്കുണ്ടാകുന്നു. ഇനിയും കൂടുതൽ ദേഷ്യത്തോടെ ആമി കയോയെ നിലത്തേക്ക് തള്ളുകയും വീണ്ടും സച്ചിക്കയെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അപ്പോഴാണ് യാഷിറോ സെൻസെയ് ചൈൽഡ് വെൽഫെയർ സർവീസുമായി എത്തുന്നത്. അവർ കയോയെ അവരുടെ കൊണ്ടുപോകും എന്ന് പറയുന്നു. ആമി പൂർണ്ണമായും ഞെട്ടിപ്പോയിരിക്കുന്നു. അവൾ കയോയെ പിടിച്ച് പോലീസിലേക്ക് പോകുമെന്ന് പറയുന്നു. അപ്പോൾ ഒരാൾ അപ്രത്യക്ഷമാകുന്നു. ആരാന്ന് വെച്ചാൽ അത് ആമിയുടെ അമ്മയാണ്, അഥവാ നമ്മുടെ കയോയുടെ മുത്തശ്ശി. സംഭവിച്ചത് എല്ലാത്തിനും താനാണ് കാരണമെന്ന് പറഞ്ഞ് അവൾ ആമിയോട് മാപ്പ് ചോദിക്കുന്നു. കയോയുടെ അച്ഛൻ ആമിയെ സ്ഥിരമായി പീഡിപ്പിച്ചിരുന്നു. ഒരു അക്രമിയായിരുന്നു മുത്തശ്ശി. അവരെ വേർപ്പെടുത്തിയെങ്കിലും ആമിയെ ഒറ്റയ്ക്ക് ഉപേക്ഷിച്ചു. അവൾ നിലത്ത് വീണ് കരഞ്ഞ് മാപ്പ് ചോദിക്കുന്നു. ഇത് കണ്ട ആമയും അമ്മയെ കെട്ടിപ്പിടിച്ച് കരയുന്നു. ഈ രംഗം ആമിയെ അനുകമ്പയോടെ കാണാൻ വേണ്ടിയല്ല. അവൾ ഇപ്പോഴും തെറ്റുകാരിയാണ്. പക്ഷേ ഈ സംഭവം പഠിപ്പിക്കുന്നത് ഒരു കാര്യമാണ്. പീഡനം ഒരു തവണയുള്ള കാര്യമല്ല, അത് തലമുറകളിലൂടെ ആവർത്തിക്കുന്നു. ഒരു ദുഷ്ടചക്രമാണ്. മുത്തശ്ശി കയോയെ നന്നായി നോക്കിക്കോളാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. അതോടെ തീരുമാനമായിരിക്കുന്നു. ഇനി കയോ മുത്തശ്ശിയോടൊപ്പം താമസിക്കും. യാഷിറോ സെൻസെയ് സട്ടോറുവിനോട് അവനെക്കുറിച്ച് വളരെ അഭിമാനം തോന്നുന്നു എന്ന് പറയുന്നു. സട്ടോറു ചിരിക്കുന്നു. ഇതായിരിക്കണം അച്ഛനുണ്ടെന്ന അനുഭവം എന്ന് അവൻ ചിന്തിക്കുന്നു. കയോ തന്നെ രക്ഷിച്ചതിന് സട്ടോറുവിനോട് നന്ദി പറയുന്നു. കാറിൽ കയറുന്നു. കാറ് പോകുമ്പോൾ സട്ടോറു കഴിയുന്ന അത്ര ദൂരം വരെ പിന്തുടരുന്നു. ഒടുവിൽ മഞ്ഞിൽ അവൻ നിൽക്കുന്നു. അടുത്ത ദിവസം കയോയെ രക്ഷിച്ചിട്ടുള്ള അവളെ വളരെ മിസ് ചെയ്ത് സട്ടോറു നിശബ്ദമായിരിക്കുന്നതാണ്. കൂട്ടുകാർ അവനെ ആശ്വസിപ്പിക്കുന്നു. യാഷിറോ സെൻസെയും അതുതന്നെ ചെയ്യുന്നു. പിന്നീട് യാഷിറോ കയോയെ എവിടെയാണെന്ന് ഒളിപ്പിച്ച് വെച്ചത് എന്ന് ചോദിക്കുന്നു. സട്ടോറു ബസ്സിനെക്കുറിച്ച് പറയുന്നു. യാഷിറോ തമാശയായി എടുക്കുകയും അങ്ങനെ ചിന്തിക്കുന്നത് കിഡ്നാപ്പർമാർ മാത്രമാണ് എന്ന് പറയുന്നു. പക്ഷേ സട്ടോറുവിൻ്റെ ജോലി ഇതോടെ തീരുന്നില്ല. കയോ മാത്രമല്ല കൊല്ലപ്പെട്ടത്, ഹിയോമിയും അയാനോയും ഇരകളാണ്. ഹിയോമി അവൻ്റെ സുഹൃത്തായതിനാൽ അവനെ രക്ഷിക്കുന്നതിന് എളുപ്പമാണ്. യഥാർത്ഥ പ്രശ്നം അയാനോയാണ്. അവൾ വേറൊരു സ്കൂളിലാണ് പഠിക്കുന്നത്. സട്ടോറു അമ്മയുടെ ഉപദേശം ചോദിക്കുന്നു. അവൾ നേരിട്ട് സംസാരിക്കാൻ പറയുന്നു. പക്ഷേ സട്ടോറു അവളെ പിന്തുടർന്ന് അവളുടെ സമയാക്രമണം മനസ്സിലാക്കുന്നതാണ് ചെയ്യുന്നത്. ഈ അന്വേഷണത്തിനിടയിൽ വഴിയിലൊരു സാധനങ്ങളുമായി അമ്മ അവനെ കണ്ടുമുട്ടുന്നു. ഭാഗ്യവശാൽ ഇരുവരും യാഷിറോ സെൻസെയെ കണ്ടുമുട്ടുന്നു. അവൻ വീട്ടിലേക്ക് ലിഫ്റ്റ് നൽകുന്നു. വഴിയിൽ യാഷിറോ വിവാഹിതനല്ല എന്ന് സട്ടോറു ചോദിക്കുന്നു. അതിന് മറുപടിയായി പ്രണയം എത്ര സങ്കീർണമാണെന്ന് കുറിച്ച് ഒരു രസകരമായ പ്രസംഗം. പിന്നീട് സട്ടോറു പറയുന്നു, പെൺകുട്ടിയെ എങ്ങനെ സമീപിക്കണമെന്ന് ചോദിക്കുന്നു. അവൾക്ക് സുഖകരമായ അനുഭവം നൽകുക എന്നതാണ് മറുപടി. അപ്പോഴാണ് യാഷിറോയുടെ ഡാഷ്ബോർഡിൽ നിന്ന് എന്തോ ഒരു പുറത്തേക്ക് തൂങ്ങി നിൽക്കുന്നത് സട്ടോറു കാണുന്നത്. വലിച്ചെടുത്ത് നോക്കിയപ്പോൾ മിഠായികളുടെ ഒരു രാസകേന്ദ്രം. പുകവലി ഒഴിവാക്കാൻ മിഠായി കഴിക്കുന്നതാണ് എന്ന് യാഷിറോ സച്ചികയുമായി മിഠായി നൽകുന്നു. ഇനി അവർ സത്യത്തിൽ എന്തൊരു നല്ല മനുഷ്യൻ. ഇതിനിടെ യാഷിറോയുടെ ഒരു
സംസാര ഭരണത്തെക്കുറിച്ച് കെന്യ ചോദിക്കുന്നു. കാര്യം ചോദിച്ചപ്പോൾ സട്ടോറു കുട്ടികളെ ലക്ഷ്യമിട്ടുള്ള കൊലപാതകങ്ങളെക്കുറിച്ച് എല്ലാം പറയുന്നു. അതിന് കാരണമായി കെന്നയും ഹിമായയും അവൻ വിശ്വസിക്കുന്നു. കയോയെ രക്ഷിച്ച അവൻ്റെ മനസ്സു തന്നെ ശരിയാണെന്ന് അവർ കരുതുന്നു. അടുത്ത ദിവസം സട്ടോറോ ഹിയോമിയും കെന്യയും കുട്ടി അയോനയെ കാണാൻ പോകുന്നു. കസുവും ഒസാമുവും പിന്നിലാക്കപ്പെടുന്നു. പക്ഷെ അവർ ഇനി അവഗണിക്കപ്പെടാൻ മനസ്സില്ല. അവർ പിന്തുടരാൻ തീരുമാനിക്കുന്നു. എപ്പിസോഡ് അവസാനിക്കുന്നത് ഒരു ഭയപ്പെടുത്തുന്ന ദൃശ്യത്തോടെയാണ്. നമ്മുടെ കയോയെ പൈസ എടുത്തെന്ന് പറഞ്ഞ് കള്ളിയെന്ന് വിളിച്ച് പേരുണ്ടാക്കിയ നമ്മുടെ ഈ പെണ്ണ് തന്നെ. ഇവൾ എന്തുണ്ടാക്കാനാണാവും എനിക്കറിയില്ല. ഏതായാലും വരും എപ്പിസോഡിൽ നമുക്ക് കാണാം. ബൈ.